നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ടാകണം. കത്തിച്ചു വെച്ച മെഴുകുതിരിക്ക് മാത്രമേ വേറെ ഒരു മെഴുകുതിരിക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയുള്ളൂ. സ്വന്തം ഉള്ളിലില്ലാത്ത ദീൻ എങ്ങനെയാണ് നിങ്ങൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക? വിവാഹം കഴിക്കുമ്പോൾ പോലും നിബന്ധന കൊടുക്കുക. ഒന്നാമതായിട്ട് മതത്തിന് പ്രാധാന്യം കൊടുക്കുക. പ്രവാചകൻ ആൺകുട്ടിയോട് മാത്രമല്ല പെൺകുട്ടിയോടും വന്ന വിഷയം. മതബോധമുള്ള ഒരുത്തനെ നിങ്ങൾ കണ്ടാൽ നീ അവനെ കല്യാണം കഴിക്കുക. പ്രവാചകന്റെ കൽപ്പനയാണ്. ഇതിങ്ങനെ ആൺകുട്ടിയൊക്കെ മാത്രമല്ല മതബോധമുള്ളവരെ തരണം. ഓരോ ഓപ്പോസിറ്റ് ഉണ്ട്. നല്ല മതബോധമുള്ള പെണ്ണിന് തീരെ മതമില്ലാത്ത ചക്കനല്ലല്ലോ കൊടുക്കണ്ടേ. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊക്കെ നല്ല കോട്ടും സൂട്ടിട്ടാൽ അതൊക്കെ ബാത്റൂം അത് ചെരുപ്പ് സൂട്ടാവില്ല. രണ്ടും നോക്കാൻ പറഞ്ഞല്ലോ. അധികം നോക്കണ്ട. മതത്തിന് ഒരു മാർക്ക് കൊടുത്താൽ മതി. വിവാഹം അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ മകൾക്കോ നിങ്ങളുടെ മകനോ വിവാഹം അന്വേഷിക്കുമ്പോൾ ഒരു മാർക്ക് കൊടുത്താൽ മതി. മതം പഠനത്തിന് ഒരു 0 അപ്പുറത്തിട്ട് കൊടുത്തോളി, 10ആയി. കുടുംബ തറവാട്ടത്തിന് വേറെ കൊടുത്തോളി, 100ആയി. ഭംഗിക്ക് വേറെ കൊടുത്തോളി, 1000ആയി. അങ്ങനെ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഓരോ പൂജ അങ്ങനെ കൂട്ടി കൊടുത്തോളൂ. അതങ്ങനെ കൂടി സംഖ്യയാവും. പക്ഷേ അതിനാ ഒന്നെന്ന് വായിച്ചാൽ പിന്നെ ഉള്ളതൊക്കെയും 0കളാണ്. വട്ടപൂജ്യമാണ്, അട്ടർ വേസ്റ്റാണ്. മതത്തിന് പ്രാധാന്യം കൊടുക്കണം. ശിഥിലമായി പോയ കുടുംബബന്ധങ്ങൾ എടുത്തു പോയിക്കോളൂ. എന്തേ കുടുംബം തകരാൻ കാരണം? മതമില്ലാത്തോണ്ട് മാത്രം. എന്തേ ഭാര്യയോട് മോശമായി പെരുമാറി? മതമില്ലാത്തോണ്ടാ. എന്തേ കുടുംബക്കാരെ ഈ തന്നു? മതമില്ലാത്തോണ്ടാ. എന്തേ അവിഹിതമായ ബന്ധം സ്ഥാപിച്ചു? മതമില്ലാത്തോണ്ടാ. മതബോധം ഉണ്ടായിരുന്നെങ്കിൽ നേരായ വൈക്കെല്ലാം പോകുമായിരുന്നു.